ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ലാസ്റ്റ് ഇയർ പ്ലാനറും പിന്നെ ഈ ഇയർ ഞാൻ മേടിച്ച പ്ലാനറുമാണ്. ഇത് ലാസ്റ്റ് ഇയർ ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നോക്കി 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 ഓരോന്നും ഞാനിങ്ങനെ കോളം വരച്ച് ഉണ്ടാക്കിയ എൻ്റെ പ്ലാനറാണിത്. എല്ലാ മാസവും ഇതിന് റിവ്യൂ എഴുതാനും എല്ലാ ദിവസം എഴുതാനും വാട്ടർ ട്രാക്കിംഗ് ചെയ്യാനും എൻ്റെ എക്സ്പെൻസസ് നോട്ട് ചെയ്യാനും എല്ലാത്തിനും മന്ത്ലി റിവ്യൂ. ശരിക്കും നമുക്ക് മനസ്സിന് തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ ഇയർ പ്ലാനർ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസും ചെയ്യണം. അപ്പോൾ ഇത്തവണ എൻ്റെ കുട്ടികൾ പറഞ്ഞു അമ്മ ചെയ്യണ്ട, മേടിച്ച് തരാമെന്ന്. അങ്ങനെ അവർ മേടിച്ച് തന്നതാണ് ഈ പ്ലാനർ. എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാനാണ് ഇഷ്ടം. ഒരു ഹാർഡ് ബൗണ്ട് ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികൾ മേടിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മേടിച്ചു. എനിക്കിഷ്ടമായി. ഇതേപോലെ ഓരോന്നും സ്ട്രെസ് ബസ്റ്റേഴ്സിന് നമുക്ക് ഇങ്ങനെ ഡയഗ്രാം വരയ്ക്കാനും എല്ലാം ഉണ്ട്. ഞാൻ ചെയ്ത പ്ലാനർ പോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഉണ്ട്. പക്ഷേ ബുക്ക് നോക്കുകയാണെങ്കിൽ സൈസ് ഇതിൻ്റെ ഞാൻ ചെയ്തത് കുറച്ചും കൂടെ വലിയ ബുക്ക്, കുറച്ച് സ്പേസ് ഉള്ളതുപോലെ എനിക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ എഴുതുമ്പോൾ ചെറുതായിട്ട് എഴുതണം. അപ്പോൾ നല്ല ഇതിൽ കണ്ടില്ലേ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. മന്ത്ലി ഹൈലൈറ്റ്സ് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു നമുക്ക് തന്നെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് എഴുതേണ്ട ഒരു ടൈപ്പ് ഓഫ് ഇയർ പ്ലാനറാണ്. എനിവേ ഐ എം ഹാപ്പി. അപ്പോൾ എൻ്റെ പോയ വർഷത്തെ ഇയർ പ്ലാനർ ഇതും കണ്ടില്ലേ സൈസ് വ്യത്യാസം, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തായാലും ഈ വർഷം നമുക്ക് അപ്പോൾ ഈ മേടിച്ച പ്ലാനറിൽ എഴുതി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇയർ പ്ലാനർ ഇതുപോലെ ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഇഷ്ടമാകും, ഒരു എക്സൈറ്റ്മെൻറ്റുമാണ് നമ്മുടെ ഈ ബുക്ക് എടുത്ത് നമ്മൾ എഴുതുമ്പോൾ. ലാസ്റ്റ് ഇയർ ഇപ്പോൾ ഞാൻ ചെയ്തത്, ഇനിയിപ്പോൾ ഇതാ ഈ ഇയർ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എൻ്റെ ബുക്കിലേക്ക് ഞാൻ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഏതാ സ്റ്റിക്കർ വേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ 2025 സ്റ്റാർട്ടായല്ലോ. അപ്പോൾ ഒരു ഹലോ 2025 ഹിയർ ഐ കം, ഞാൻ വരുന്നുണ്ട്. എൻ്റെ മുന്നിലുള്ള അഡ്വെഞ്ചർ ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. നല്ലതാവട്ടെ എന്താണെങ്കിലും ഐ എം റെഡി ടു ഫേസ്. അപ്പോൾ ഞാൻ അതിനുള്ള എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും മൈ അഡ്വെഞ്ചർ ബിഗിൻസ് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്റ്റിക്കറിന് ഞാൻ ഇങ്ങനെ ഒരു ഇമോജി സെലക്ട് ചെയ്യാനായിട്ട് നോക്കി. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വെക്കാമല്ലോ. ഇപ്പോൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇമോജി സെലക്ട് ചെയ്യുക, അവിടെ സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ക്രിയേറ്റീവായിട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്ത്. നമ്മുടെ പ്ലാനറാണ്, നമ്മുടെ ഓൺ ഒരു എക്സൈറ്റ്മെൻറ്റുമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആവും, ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ടു ഡു ടാസ്ക് എല്ലാം നമുക്കിവിടെ നോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ടല്ലേ ഉള്ളൂ, ചെയ്യാത്തവർ ഇപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇത് തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഇയർ പ്ലാനർ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇയർ പ്ലാനിങ്.